ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ശ്രീ വി.ഡി. സതീശന്റെ ഒറ്റ പ്രചരണത്തോടുകൂടി ഒരു സ്റ്റേജ് പരിപാടിയോടുകൂടി ഈ പ്രചരണം അവസാനിപ്പിക്കണം എന്നാഗ്രഹിച്ച ഒരാളാണ്. അപ്പൊ എന്തൊരു പ്രസംഗം കയറി അങ്ങോട്ട് വൈറലായി. ആ മെസ്സിയുടെ കാര്യം പറഞ്ഞ പ്രസംഗം. അപ്പൊ അത് കണ്ട് സഹാക്കക്ക് കുരുപൊട്ടാൻ തുടങ്ങി. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. എന്റെ ഓൺലൈനിൽ എന്നെ എവിടെ കാണുന്നോ അവിടെയൊക്കെ തെറി വിളിക്കാൻ തുടങ്ങി. എന്നെ മാത്രമല്ല, ഒന്നും അറിയാത്ത എന്റെ മോനെയും അവർ തെറി വിളിക്കാൻ തുടങ്ങി. സ്വാഭാവികം. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, അത് അവരുടെ സ്വഭാവമാണ്, അവര് ശീലിച്ചതേ പാലിക്കൂ. അല്ലാതെ നന്മയൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. എന്റെ ഫോട്ടോ ഓൺലൈനിൽ ഇട്ടിട്ട് ഒരു പോസ്റ്ററിലേക്ക് ഇട്ടിട്ട് ഇന്റുമാർക്ക് ഇട്ടേക്കണം, ഇവന്റെ പടം ഇനി കാണില്ല, ഇവൻ പറയുന്ന തമാശക്ക് ഇനി ചിരിക്കില്ല. എന്റെ പൊന്നു മോനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹാക്കളോട് പറയാനുള്ളത്, മായാവി എന്ന സിനിമയിലെ ഡയലോഗാ, ഇതൊക്കെ എന്ത് ഒന്നും കൂടി പറയാ, പോടാ. അത്രക്ക് മറുപടി മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. ഇവൻ നമ്മൾ നാളം കെടുത്തുന്നോണേട്ടാ, ഇവനെ കൊന്നാല. ഇപ്പൊ CPM പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ, സ്വർണ്ണമുള്ള സ്ഥലത്ത് ഒരു സഖാവിനെ കൊണ്ടുവരുത്ത അവനത് വേർതിരിച്ചിട്ടിട്ട് ചെമ്പാക്കി മാറ്റും. അങ്ങനെ ശാസ്ത്രത്തെ വരെ അവര് തോപ്പിച്ചു വന്നേക്കാണ്. പരാജയത്തെക്കുറിച്ച് ഞാനെന്ത് പറഞ്ഞു? കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് തീരുമാനിക്കേണ്ടത്. അവർ പറഞ്ഞത് രാഷ്ട്രീയ പ്രചരണത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാൻ അതിൽ പിൻവലിയാൻ ഒരു തീരുമാനമില്ല. അല്ലാതെ ഇപ്പോഴല്ല 6ാം വയസ്സിൽ തുടങ്ങിയാണ് ഞാൻ ഈ പരിപാടി. കോൺഗ്രസിന്റെ കൂടി പിടിച്ചിട്ട് അന്ന് വയന്നിട്ടില്ല, പിന്നെ നിന്ന്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. അതാണല്ലോ വെറുതെ തെറി പറയാൻ കാരണം. സജീവമായി പ്രചാരണത്തിന് ഇറങ്ങിയോണ്ടാണോ ഇങ്ങനെയുള്ള ഓരോ? അതല്ലേ, ഞാൻ ഒറ്റ സ്റ്റേജിൽ പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. ഇവരാണ് എന്നെ ഇങ്ങനെ തോണ്ടി എല്ലാവർക്കും, ഇപ്പൊ കൊയിലാണ്ടി, കരുനാഗപ്പള്ളി, നമ്മുടെ കൊട്ടാരക്കര, പത്തനാപുരം, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. വേണ്ടായിരുന്നു. ചർച്ചയ്ക്കായിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് ചർച്ച ഫേസ്ബുക്കിലൂടെ മതി എന്നാണ് വി.ഡി. സതീശനോട്. എനിക്ക് മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ, പുലിമലയെ കൊണ്ട് തല വെക്കരുത്, അത്ര പറയാനുള്ളൂ എനിക്ക്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ തല വെക്കാൻ തയ്യാറാണ്. അത് വാങ്ങിക്കത്തോടെ. പക്ഷെ പണ്ടറിയാലോ ഈ സതീശൻ വെല്ലുവിളിച്ചത് ആരെ? തോമസ് ഐസക്കിനെ ലോട്ടറി സംഭവത്തിൽ, സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറി വിഭാഗത്തില്. അന്ന് വി.ഡി. സതീശൻ അദ്ദേഹത്തെ മൂക്കും കൊണ്ട് ധൃതരാഷ്ട്രം എന്നെഴുതിച്ചു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുക. ഇപ്പൊ ഇദ്ദേഹം ചെന്നാൽ മൂക്കും കൊണ്ട് അദ്ദേഹം ഋത്തിക് റോഷൻ എഴുതിക്കും. ദയവേത് പോകരുത്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, പോകരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. ഓടോ കരയാണ്ട്. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.